വായി നോക്കി നടക്കാം. ഞാൻ പറഞ്ഞ ചെയ്താൽ മതി. അതിന് പുഴകുപ്പതല്ല. ഇതാണ് നിങ്ങളുടെ പുതിയ യമാൻ, എന്റെ മകൻ സബ് ഇൻസ്പെക്ടർ CK മോഹൻദാസ് MA. ചിരിക്കരുത്. മേലധികാരി താഴെ കിടക്കാരോട് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. സാർ, അന്ന് ആളറിയാതെ സംഭവിച്ചു പോയതാണ് സാർ. എന്ത് സംഭവിച്ചു? അത് വേണ്ട, അതൊന്നും പറയണ്ട, അതൊന്നും സാരമില്ല. മർത്തേന് കൈപ്പീഴ ജന്മസിദ്ധം എന്നാണല്ലോ. അപ്പോഴേ ഇത് ട്യൂട്ടോറിയൽ കോളേജ് അല്ല. ഓർഡർ കൊടുക്കുക, അനുസരിപ്പിക്കുക, അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമ. ഞാൻ എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല. ഇവൻ ആളൊരു സിംഹമാണ്, പുലി. കണ്ണിച്ചോരയില്ലാത്തവനാ, എന്തും ചെയ്തു കളി, ധീരന. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അമ്മ അവിടെ വിവരമൊന്നും അറിയാതെ പരിഭ്രമിച്ചിരിക്കുകയായിരിക്കും. ഓടിപ്പോണമെന്ന് തോന്നുമ്പോ ഒറ്റ കാര്യം ആലോചിക്കുക. 2 മുഴം കയറ്, ഒരു ഉത്തരം. അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ സിംഹവും പുലിയൊന്നുമല്ല, പുള്ളി വെറുതെ പറഞ്ഞതാ. ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ 2 മുഴം കയറും ഒരു ഉത്തരവും എന്ന് പറഞ്ഞത് മനസ്സിലായില്ലല്ലോ സാർ. അത് പിന്നെ ഈ കള്ളന്മാർ ഓടി പോകുമ്പോ 2 മുഴം കയറും ഉത്തരവും കൂടെ ഒരു വിദ്യയുണ്ട് കള്ളന്മാരെ പിടിക്കാൻ. അച്ഛനും റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളാ. അത് സല്യൂട്ട് കണ്ടപ്പോഴേ മനസ്സിലായി സാർ. ഇരിക്കൂ. നമസ്കാരം. 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 അന്ന് ഈ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കണ്ടല്ലോ. അതെ, കണ്ടിട്ടുണ്ട്. വസൂരിക്ക് കുത്തിവെക്കാൻ വന്നാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ടൊരു ബെറ്റ് വെച്ചു. ചാർജ് എടുക്കുന്നതിന് മുമ്പ് കുറച്ചു ദിവസം ഇവിടെ വന്ന് ആൾമാറാട്ടം നടത്തുന്നു. ബെറ്റിൽ ഞാൻ ജയിച്ചു. പിന്നെ ഞാൻ അനന്തൻ നായർ. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എനിക്ക് സുഹൃത്തുക്കളായിട്ട്. നമുക്കും അങ്ങനെ ആകാമെന്ന് കരുതുന്നു. തീർച്ചയായും. ഐ എം മോഹൻദാസ്. മറ്റ് തിരക്കുകളൊന്നുമില്ലെങ്കിൽ ഇന്നത്തെ അത്താഴം എന്റെ വീട്ടിലാകാം. എന്തു പറയുന്നു? എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കൂടുതൽ എടുക്കുന്ന വീട്ടിൽ വെച്ചാകാം. ഞാൻ ജീപ്പ് കൊടുത്തയക്കാം. നോ താങ്ക്സ്. ഇവിടെ ജീപ്പുണ്ടല്ലോ, ഞാൻ എത്തിക്കോളാം. ഓക്കെ. ടീച്ചറില്ലേ ഇവിടെ? ആരാ? മോഹൻദാസ്, ട്യൂട്ടോറിയൽ മാഷേ. ഇപ്പൊ SI ആയി. ആ, ചേച്ചി പറയുന്ന കേട്ടു. അകത്തേറി ഇരിക്കുമല്ലോ. അത് കേറാവോ ഇരിക്കാവോ എന്നൊരു സംശയമുണ്ട്. ഞാനൊരു താഴ്ന്ന ജാതിക്കാരനാണ്. ചേച്ചി കാണാനേ ഒരു താഴ്ന്ന ജാതിക്കാരൻ മുറ്റത്തു നിൽക്കുന്നു. ആഹാ, അവിടെ നിൽക്കാണോ? ഇങ്ങോട്ട് കയറിയിരിക്കാലോ. വരൂ. അല്ല, ഞാൻ കാരണം വെറുതെ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാ. എന്ത് പ്രശ്നം? ഒരു താഴ്ന്ന ജാതിക്കാരൻ ഉമ്മറത്ത് കയറിയിരുന്ന. ഓഹോ, അത് ശരി. അപ്പൊ അതാണ് വാസ്തവം പറഞ്ഞത്. കുഴപ്പമില്ല, മാഷ് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുണ്യാഹം ചെയ്തോളാം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? കുറച്ച് മന്ത്രം ചൊല്ലണം, വെള്ളം തിളച്ച് ശുദ്ധാക്കണം, അത്ര തന്നെ. മാഷ് ഇരിക്കൂ. വിവരങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അച്ഛൻ വന്നപ്പോ മാഷിന്റെ ഓട്ടം ഗംഭീരായിരുന്നു കേട്ടോ. പോലീസ് ട്രെയിനും കൊണ്ട് പ്രയോജനം ഉണ്ടായി. ചാർജ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല, അച്ഛൻ കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞു. അയ്യോ, കഷ്ടമായിപ്പോയി. അങ്ങനെ മാഷിന്റെ അഹിംസവാദം പൊളിഞ്ഞുപോയല്ലേ? ഏയ്, അങ്ങനെ പൊളിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നുമില്ല. തൊപ്പിയും കുപ്പായും വടിയും ഒക്കെ ആയിട്ട് സ്റ്റേഷനിൽ അങ്ങനെ വെറുതെ ഇരിക്കും, അത്ര. ഒരു താഴ്ന്ന ജാതിക്കാരൻ വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഞാനാ പുതിയ സബ് ഇൻസ്പെക്ടർ SI. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു, പക്ഷെ ജാതി ഏതാണെന്ന് പറഞ്ഞിരുന്നില്ല. ഞാൻ ടീച്ചറോട് പറഞ്ഞതല്ലേ ഉമ്മറത്തെ കയറിയിരിക്കുന്നില്ലെന്ന്. പഴയ ആളുകൾക്ക് ഇതൊന്നും അത്ര ഇഷ്ടാവില്ല ടീച്ചറെ. സോറി, ഞാൻ പോട്ടെ. പക്ഷേ ഞാൻ പഴയതാണെങ്കിലും അങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടില്ല. ഐറ്റം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഐറ്റം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലാ. മാഷ് അല്ല, ഇൻസ്പെക്ടറും ഇരുന്നാട്ടെ. ഞാൻ മാഷിനെ കുടിക്കാൻ എന്തെങ്കിലും അയ്യോ, ഒന്നും വേണ്ട. ഏയ്, ഭയപ്പെടണ്ട. ഹാർലിക്സും ബോൺവിറ്റും ഒന്നും ആയിരിക്കില്ല. തണുത്ത പച്ചവെള്ളം ഉള്ള കുടിക്കാലോ. ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ പറ്റിയൊക്കെ ദാമോദരമാഷ് പറഞ്ഞു. കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. ഏയ്, ഒരു വിഷമവുമില്ല. ഇക്കാണുന്ന ഇല്ലവും പറമ്പും ഒക്കെ പണയത്തിലാണെന്നാവും മാഷ് പറഞ്ഞത്. ഇല്ല, അത് പറഞ്ഞില്ല. ഇതൊക്കെ പണയത്തിലാ.
നമ്പൂതിരിമാർക്ക് പറ്റാത്ത ഒരു പണി ചെയ്യാൻ നോക്കി. നടന്നില്ല എന്ന് വെച്ചാൽ നടത്തിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. മനസ്സിലായില്ല. പലരുടെയും നിർബന്ധം കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതിയും ഒരു കൊപ്രാമിലൂടെ വസ്തുക്കൾ പണയം വെച്ചിട്ടുള്ള ഒരാളായിരുന്നു. എന്തു പറ്റി? കൊപ്രാമില്ലിൽ കൊപ്ര കിട്ടാതെ കേട്ട് കാണുമല്ലോ ആ അനന്തൻ നായരെ പറ്റി. എന്നെ നശിപ്പിക്കാനായിട്ട് അയാളും തുടങ്ങി വരുമില്ല. ഉണ്ടായുസം കാണിച്ച നാട്ടിലുള്ള തേങ്ങ മുഴുവൻ മൊത്തക്കച്ചവടം നടത്തി. 3 മാസം വാതിലും തുറന്ന് വെറുത്തായിരുന്നു. പിന്നെ മെഷീനറികൾ ഇപ്പോഴും ഉണ്ട്. തുരുമ്പെടുത്തു. കടത്തിന്റെ പലിശ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പര്യവസാനം എന്താണെന്ന് എനിക്കറിയാം. ജപ്തി. അത് കൂടൊന്നും വരാനില്ലല്ലോ. ഈ അനന്തൻ നായരെ നിലയ്ക്ക് നിർത്താൻ ആരുമില്ല ഇവിടെ. താഴ്ത്തി പറയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെ വകുപ്പിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, പോലീസുകാരെ, എല്ലാരും അനന്തൻ നായരുടെ സ്വൽപ്പടിക്ക് നിൽക്കുകയായിരുന്നു ഇതുവരെ. തൊട്ടടുത്ത് ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ട്. അതിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഡോക്ടറെ അത് ഭീഷണി പിടിച്ച് ഇറക്കി വിട്ടു. ആ വാടക കൊണ്ട് ഞാനും കുട്ടികളും കഞ്ഞി കുടിച്ച് കഴിയരുത് എന്നായിരുന്നു ഉദ്ദേശം. ഇവിടം ജപ്തി ചെയ്താൽ ആ വീടുണ്ടാവുമല്ലോ എന്ന് കരുതിയാണ് അത് വിൽക്കാത്തത്. ആഹാ, പാലും പഞ്ചാരൊക്കെ ഉണ്ടായിരുന്നോ? ഇനി വല്ലതും ഉണ്ടായാൽ അനന്തൻ നായരെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ വരാം. അല്പം വെള്ളം കിട്ടിയ ഗ്ലാസ് ഞാൻ തന്നെ കഴുകി വെച്ചേക്കാം. അതുകൊണ്ട് കാര്യമില്ല. താഴ്ന്ന ജാതിക്കാർ തുടർന്ന സാധനങ്ങള് സാധാരണ എറിഞ്ഞു കൊടുക്കുക അവിടെ പതിവ്. അല്ല, അപ്പുറത്തൊരു വീടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് താഴ്ന്ന ജാതിക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കൂ. അഹിംസ കപ്പ എവിടെയായിരുന്നു? ആര്? എന്ത്? ഒറ്റക്കിരുന്ന് കിണിച്ചുകൊണ്ടിരുന്നതിന്റെ കാര്യമാണ് ചോദിച്ചത്. അല്ല, മാഷ്ടെ ഭാര്യ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ താമസിക്കും എന്നാലോചിക്കായിരുന്നു. ഭാര്യ വരാൻ ഇനി 2 മാസം ഉണ്ടല്ലോ. എന്നാലും നേരത്തെ ഒരു വീട് കണ്ടുവയ്ക്കണമല്ലോ. അതിനാണ് വിളിച്ചത്. ഞാൻ ചിരിച്ചില്ല. ഇല്ലേ? ആ നമ്പൂരുടെ കഥകൾ ആലോചിക്കുമ്പോ വലിയ വിഷമം. അങ്ങയുടെ ഒരു വീട് ഒഴിഞ്ഞു കിടക്കാനത്രേ. ഞാൻ അവിടെ താമസിക്കുകയാണെങ്കിൽ വാടക എന്നും പറഞ്ഞ് കുറച്ച് രൂപ സഹായിക്കാമല്ലോ. ഓഹോ, മനസ്സിലായി. അപ്പൊ ട്യൂട്ടോറിയൽ വെച്ച് തന്നെ തുടങ്ങിയല്ലേ? എന്തോന്ന്? പ്രേമം. അയ്യേ, ഒന്നാമത് അവർ ഉയർന്ന ജാതിയല്ലേ. ആര്? ദേവേന ടീച്ചറെ. അതിന് ഞാൻ ടീച്ചറിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇല്ലേ? പിന്നെ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോ മനസ്സിലിരിപ്പ് ക്ലീനായിട്ട് പിടികിട്ടി. അകത്താരുമില്ലേ? ആര്? ടീച്ചറോ? രാത്രിയില് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടായിരുന്നില്ലല്ലോ. എന്താ ഇതൊക്കെ? താഴ്ന്ന ജാതിക്കാർക്കും കഴിക്കാവുന്ന കുറച്ച് ഇഡ്ഡലി, ചായ എന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കില്ല. ഇത് കഴിക്കണമെങ്കിൽ എന്നും ഇത് കൊണ്ടുവന്ന് തരുമെന്ന് ഉറപ്പ് തരണം. അതെങ്ങനെ പറ്റും? താഴ്ന്ന ജാതിക്കാർ കഴിക്കുന്ന പാത്രങ്ങള് ഞങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ദിവസേന പുതിയതോരോന്ന് വാങ്ങിക്കേണ്ടി വരില്ലേ? അധികം ഊരാതെ. പിന്നെ ഞാനിപ്പോ താഴ്ന്ന ജാതിക്കാരൊന്നുമല്ല. താമസം നമ്പൂരി ഗ്രഹത്തില്, സഹവാസവും ഉയർന്ന ജാതിക്കാരുമായിട്ട്. സന്ദർഭത്തിന് ചോദിച്ചൊരു പഴഞ്ചൊല്ല് പറയട്ടെ. മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ചൂടാറുന്നതിന് മുമ്പ് കഴിച്ചോളൂ. അതെ, പിന്നെ അല്ലേ വേണ്ട, ഞാൻ പിന്നെ പറയാം. എന്താ? ഒന്നുമില്ല. എന്ത് പറ്റി? അല്ല, ഞാനത് പറഞ്ഞ ചിലപ്പോ ദേവിക്ക്, അല്ല ടീച്ചർക്ക്. വിഷമിക്കണ്ട, ദേവിന്ന് വിളിച്ചാ മതി. ടീച്ചർ വിളി വല്ലാതെ ബോറായി തുടങ്ങിയിട്ടുണ്ട്. എനിക്കും തോന്നി. ആ ദാമോദരൻ മാഷോട് ദേഷ്യവും തോന്നരുത് കേട്ടോ. എന്തിന്?
മാഷ് പറയാ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയത് എന്നും എപ്പോഴും ദേവിയെ കാണാൻ വേണ്ടിയാണ്. അത് പിന്നെ അത് വെറുതെ അങ്ങനെ തമാശ പറഞ്ഞതാ. അതിപ്പോ ഇവിടെ എന്നോട് പറഞ്ഞത് വെറുതെ ഒരു രസത്തിന്. ഇത്തരം കാര്യങ്ങൾ വെറുതെ ഒരു രസത്തിന് പറയാൻ പാടുണ്ടോ? മാഷക്കറിയാലോ, നിത്യവൃത്തിക്ക് തന്നെ വഴിയില്ലാതെ വിഷമിക്കുക ഞങ്ങള്. ദാമോദരൻ മാഷ് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞത് എന്നോട് ഇഷ്ടാണെന്ന് സൂചിപ്പിക്കാനല്ലേ? ഞാൻ വേണ്ട, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും വേണ്ട. മാഷിനൊരു നല്ല ഭാവിയുണ്ട്. എന്റെ ഭാവിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ദേവി പറഞ്ഞ ശരിയാ. എനിക്ക് ദേവിയെ ഇഷ്ടമാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാ ദാമോദരൻ മാഷ് കൂട്ടുപിടിച്ചത്. ശരിക്കും ഇഷ്ടമായിട്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. വരും വരായികളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. എന്തിനാ കരയുന്നേ? നശിച്ച കുളം തോണ്ടിയ ഒരു കുടുംബത്തിലെ പെണ്ണാണ് ഞാൻ. നശിച്ചിട്ടില്ലാത്ത ദേവിയുടെ മനസ്സ് മാത്രമേ എനിക്ക് വേണ്ടൂ. അനന്തൻ നായർക്ക് ദേഷ്യം തോന്നാൻ ഇത് തന്നെ ധാരാളമാണ്. മാഷെ, എനിക്ക് എതിർക്കണമെന്നുണ്ട്. പക്ഷേ എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയ ഭീരുത്വം എന്നെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നു. എടോ, ആകെ മുങ്ങിയ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ? പോണേ പോട്ടടോ. ഹെഡ് കോൺസ്റ്റബിൾ ചാത്തുക്കുട്ടിക്ക് മോഹൻദാസ് എന്നൊരു മകൻ ജനിച്ചിട്ടില്ലെന്ന് ധൈര്യമായിട്ട് അങ്ങ് വിചാരിക്കുക. ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് മാത്രമേ ഇവിടെ പരിവർത്തനത്തിന്റെ പാത വെട്ടാൻ കഴിയൂ. ഇനിയെങ്കിലും അത് മനസ്സിലാക്കടോ. പട്ടാപ്പകൽ വീട്ടിൽ കയറി വന്ന് തല്ലുണ്ടാക്കിയ ഒരു അക്രമിയെ എന്തർത്ഥത്തിൽ വെറുതെ വിട്ടു എന്നാണ് ചോദിക്കുന്നത്. അക്രമികളെ നേരിടാൻ കഴിവില്ലെങ്കിൽ ഈ കാക്കിക്കുപ്പായ ഊരി വെച്ച് സലാം പറഞ്ഞ് പോകണം സാറേ. താനാരാ? പറഞ്ഞോ, താനാണോ എനിക്ക് കാക്കി കുപ്പായം തയ്ച്ചു തന്നു? ഇറങ്ങി പോടാ, എന്നെ വീട്ടിൽ ഇറങ്ങി പോടാ. എന്റെ ആളുകളെ ചീത്ത വിളിക്കുന്നത് എന്നെ ചീത്ത വിളിക്കുന്നതിന് തുല്യമാണ്. ഞാനേ ഒരു സാധുവാ, ഭീരുവാ. പക്ഷെ ഈ നാറി എന്നോട് ഊരി വെക്കാൻ പറഞ്ഞ ആ കാക്കി കുപ്പായം ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ടത് പലതും പ്രതീക്ഷിച്ചുകൊണ്ടാ. ആ കുപ്പായത്തോട് എനിക്ക് ബഹുമാനമുണ്ട്. ഏമാമാരുടെ ഏറാം മൂളികൾ എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ, രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങും. ഒരു ഭീരുവിനെ പോലെ 1000 തവണ മരിക്കുന്നതിനേക്കാൾ നല്ലത് ധൈര്യത്തോടെ ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആരും എന്നെ വിലട്ടാൻ നോക്കണ്ട. ഓഹോ, എങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുവരെ ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും എന്നെ അനുസരിക്കാതിരുന്നിട്ടില്ല. ആ, അനുസരിപ്പിക്കാൻ 5-6 പട്ടികളെ വാങ്ങിച്ച് വീട്ടിൽ വളർത്തിയാൽ മതി. തൊപ്പി തെറിക്കുന്നതിന് മുമ്പ് വീണ്ടും വിചാരം ഉണ്ടായാലും എല്ലാവർക്കും നന്ന്. കഴുത്തിന് മുകളിൽ തലയിലുള്ളിടത്തോളം കാലം തൊപ്പി അവിടെ തന്നെ കാണും. കാണാം. ആ, കാണാം. ബാലൻ എന്തെങ്കിലും ഒരു തീരുമാനം പറ. ഇന്ന് രാത്രി സൊസൈറ്റിയുടെ രോഗമില്ലത്ത് കൂടണമെന്ന് തീരുമാനിച്ചിരിക്കാൻ ബാലൻ വരണം. അനന്തൻ നായരെ അവസാനിപ്പിക്കാതെ ഒരു സൊസൈറ്റി ഇവിടെ രക്ഷപ്പെടില്ല. എനിക്കിപ്പോ മുകളിൽ ആകാശം, താഴെ ഭൂമി. ചിലപ്പോ തൂക്കിക്കൊല്ലുമായി, അത്രയല്ലേ ഉള്ളൂ. കൊല്ലുന്നത് ഒന്നിനും ഒരു പരിഹാരമാവില്ല ബാല. ഒരു അനന്തൻ നായർ മരിച്ചാൽ 1000 അനന്തൻ നായർ വരും. അടിച്ചമർത്തപ്പെട്ടവന് സംഘബോധമുണ്ടാവുക എന്നുള്ളതാണ് പ്രശ്നം. ബാലന്റെ സാന്നിധ്യം സൊസൈറ്റിക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന്? കൂടെ നിൽക്കണം. ബാലൻ കൊലമരത്തിൽ കയറിയതുകൊണ്ട് നാട്ടുകാർക്ക് എന്തു ഗുണം? ബാലന്റെ പക, ബാലന്റെ പ്രതിഷേധം ഒക്കെ ക്രിയാത്മകമായി തിരിച്ചുവിടണം എന്നാണ് എന്റെ അപേക്ഷ. സൊസൈറ്റിക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാവണത് വരെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയല്ലേ. എത്ര ചാക്ക് വേണമെങ്കിലും അടുക്കി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. സൊസൈറ്റി കാരണം തിരുമേനിക്ക് ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ലെന്നേ ഉള്ളൂ. ആരാ ഇപ്പൊ വിഷമിപ്പിക്കാൻ പറയണേ? അനന്തൻ നായരുടെ എതിർപ്പുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ എതിർപ്പ് എത്രത്തോളം ഉണ്ടാവുമെന്ന് കാണാൻ തന്നെയാ ഞാൻ കാത്തിരിക്കണേ. കുറെ നാളായിട്ട് സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഇത്രയും ആൾക്കാർ കൂടെ ഉള്ളപ്പം ഇനിയെ പേടിക്കുക.
പേച്ചത്തിലല്ലേ അത്? വേണച്ചാൽ കർഷക സഹകരണ സംഘം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയ ബോർഡും പഠിക്കോളൂ. അപ്പോ ആ പ്രശ്നം അങ്ങനെ കഴിഞ്ഞു. ഇനി വേണ്ടത് ധൈര്യമായിട്ട് എല്ലാവരും ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അതോടെ നമ്മുടെ സൊസൈറ്റി പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നർത്ഥം. ഏലമായാലും കുരുമുളകായാലും ദിവസം തോറും വില കയറി വരികയാണ്. നമ്മുടെ സാധനങ്ങൾക്ക് ഏറ്റവും നല്ല വില കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ വിൽക്കൂ എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ